അന്തരിച്ച പീരുമേട് എം.എൽ.എ. വാഴൂർ സോമന വിട നൽകാനൊരുങ്ങി ജന്മനാട്. 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4-ന് എസ് ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കാരിക്കും. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ തോട്ടം തൊഴിലാളി ജനങ്ങളെ സംബന്ധിച്ചോളം അവർക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ വിയോഗം കേരള ജനതയെ ഒന്നടക്കം പിടിച്ച് ആലോചിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് നടക്കും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രേണുക, അന്തരിച്ച പീരുമേട് എം.എൽ.എ. വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെയാണ് മൃതദേഹം വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടിലെത്തിച്ചിരുന്നത്. രാവിലെ 11 മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് പഴയ പാമ്പനാറിലുള്ള എസ് ആനന്ദ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് സംസ്കാരം. നേരത്തെ വീട്ടുവളപ്പിലായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചത്. എന്നാൽ എസ് ആനന്ദ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് അദ്ദേഹം സംസ്കരിക്കണമെന്ന് ആഗ്രഹം ഈ വാഴൂർ സോമൻ ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ അറിയിച്ചതോടെയാണ് അത്തരത്തിലൊരു മാറ്റം ഉണ്ടായത്. ഏതായാലും വലിയൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. നല്ലൊരു CPI നേതാവിനെയാണ് തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് നഷ്ടമായതെന്ന് പറയാൻ ഇന്നലെ വൈകിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഗതാഗതത്തെ തുടർന്ന് വാഴൂർ സോമൻ അന്ത്യമുണ്ടാകുന്നത്. ഔദ്യോഗിക പരിപാടികളെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. തിരുവനന്തപുരം PCA നഗർ റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന വഴിയാണ് വാഴൂർ സോമൻ MLA-ക്ക് ഹൃദയാഘാതമുണ്ടാകുന്നത്. തുടർന്ന് റവന്യൂ മന്ത്രിയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ഉടൻ തന്നെ ശാസ്ത്രമംഗലത്തിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് വളർന്ന നേതാവായിരുന്നു ഈ വാഴൂർ സോമൻ. ഇടുക്കി പീരുമേട്ടിൽ CPI MLA ആണ് വാഴൂർ സോമൻ നിയമസഭയിലെത്തിയത്. 1835 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഏതായാലും ബെയറിംഗ് കോർപ്പറേഷൻ ചെയർമാനായി അദ്ദേഹം കോർപ്പറേഷൻ ചെയർമാനായി പണിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈറ്റിലെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. ATUC-യുടെ സംസ്ഥാന നേതാവ് കൂടിയാണ്. ഏതായാലും തോട്ടമേഖലയിലെ നിരവധി സമരങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചൊരു വ്യക്തിത്വം. കൂടാതെ തോട്ടമേഖലയിലെ പട്ടിണി സമരം നടക്കുകയും ട്രേഡ് യൂണിയന്റെ കൂടെ പട്ടിണി സമരത്തിൽ പങ്കെടുത്തൊരു നേതാവ്. അങ്ങനെ ഈ വാഴൂർ സോമനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും പല മേഖലകളിലും ജീപ്പുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. പല MLA വാഹനങ്ങൾ ഇന്നോവ അടക്കമുള്ള കാറുകൾ ഉപയോഗിക്കും. വാഴൂർ സോമൻ ഉപയോഗിച്ചിരുന്നത് സാധാരണമായ ഒരു ജീപ്പാണ്. നിയമസഭയിലേക്കും ജീപ്പിലാണ് അദ്ദേഹം എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും വാഴൂർ സോമന്റെ ശ്രദ്ധയാണ്. കാരണം ജീപ്പുകളിലാണ് പല യാത്രയും അദ്ദേഹം നടത്തിയത്. കാൺരാജന് മുൻപ് ഒരു കത്തിലൂടെ സൗഹൃദമായി തന്നെ കാണാൻ ഈ വാഴൂർ സോമൻ ഒരു കത്ത് എഴുതിയിരുന്നു. തനിക്കൊരു കാറ് വാങ്ങിക്കൂടെ, ഇനി തന്നൊരു കാർ വാങ്ങി ഉപയോഗിക്കണം, ഇനി മുണ്ടക്കായത്ത് നിന്ന് ഇനി തന്നെ പുറത്തേക്ക് ജീപ്പിൽ കണ്ടുപോകുന്നുള്ളൊരു സൗഹൃദമായ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കത്ത് പ്രകാരം തന്നെ വാഴൂർ സോമൻ കാറ് വാങ്ങിയിരുന്നു. എന്നാലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം ജീപ്പാണ്. കാരണം മലമടക്കുകളിലൂടെ പോകാൻ എല്ലാ സ്ഥലത്തും ഓടിയെത്തണമെങ്കിൽ ജീപ്പാണ് സാധ്യമാണെന്നും അതുകൊണ്ട് ജീപ്പിൽ തന്നെ തനിക്ക് ഇഷ്ടമാണെന്നും ജീപ്പിൽ യാത്ര ചെയ്യണമെന്ന് തനിക്ക് ഇഷ്ടമാണെന്നുള്ള ഒരു സൗഹൃദത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ മറുപടി പ്രതിപാദിച്ചത്. ഏതായാലും വളരെ നല്ലൊരു CPI-യുടെ നേതാവ് എന്ന് വേണം പറയാൻ. കാരണം തോട്ടമേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വം. ഇടുക്കിയിലെ പല ജില്ലകളിൽ ഇടുക്കിയിലെ പല മേഖലകളിലെ എല്ലാ CPI-യുടെ പാർട്ടി പരിപാടിക്കാവട്ടെ ചിരിച്ച മുഖത്തോടെ അദ്ദേഹത്തിനെ വേദിയിൽ കാണാൻ സാധിക്കും. പരമാവധി അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. ഒരു തോട്ടമേഖലയിൽ തൊഴിലാളികൾക്ക് മാത്രമല്ല CPI-യുടെ നല്ല നേതാവിനെയാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് നഷ്ടമായതെന്ന് വേണം പറയാൻ. എന്നാലും അദ്ദേഹത്തിന്റെ ഇന്ന് സംസ്കാരം 4 മണിക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന് വിട നൽകാനൊരുങ്ങി നാട്. 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4-ന് എസ് ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കാരം നടത്തും. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചോളം നികത്താൻ പറ്റാത്തൊരു വിടവ് തന്നെയാണ് വാഴൂർ സോമന്റെ അന്ത്യമെന്ന് വേണം പറയാൻ.
തോട്ടം തൊഴിലാളികൾക്കായി അവരിൽ ഒരാളായി പ്രവർത്തിച്ചു. പട്ടിണി സമരങ്ങൾ നടത്തി അവർക്കായി പോരാടിയ വ്യക്തി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി. അവരെ സംബന്ധിച്ചോളം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം എന്ന് വേണം പറയാൻ. വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് ബിനീഷ് ആന്റണിയാണ്.